ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം. എന്നാൽ യോസേഫിനെ മിസ്രയീമിലേക്ക് കൊണ്ടുപോയി അവനെ അവിടെ കൊണ്ടുവന്ന ഇശ്മായേല്യരുടെ കയ്യിൽ നിന്ന് ഫറവോന്റെ ഒരു ഉദ്യോഗസ്ഥനായി അകമ്പടി നായകനായ പോത്തിഫർ എന്നൊരു മിസ്രയീമ്യൻ അവനെ വിലയ്ക്ക് വാങ്ങി. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രയീമ്യനായ യജമാനന്റെ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും യഹോവ സാധിപ്പിക്കുന്നു എന്നും അവൻ്റെ യജമാനൻ കണ്ടു. അതുകൊണ്ട് യോസേഫ് അവനിഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗ്രഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ തൻ്റെ വീട്ടിനും തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കിയതു മുതൽ യഹോവ യോസേഫിൻ്റെ നിമിത്തം മിസ്രയീമിൻ്റെ വീട്ടിനെ അനുഗ്രഹിച്ചു. വീട്ടിലും വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹം ഉണ്ടായി. അവൻ തനിക്കുള്ളതൊക്കെയും യോസേഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. താൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ഒഴികെ അവൻ്റെ കൈവശമുള്ള മറ്റു യാതൊന്നും അവൻ അറിഞ്ഞില്ല. യോസേഫ് കോമളനും മനോഹര രൂപിയുമായിരുന്നതുകൊണ്ട് യജമാനന്റെ ഭാര്യ യോസേഫിന്മേൽ കണ്ണുപതിച്ചു. എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൻ അതിനു സമ്മതിക്കാതെ യജമാനന്റെ ഭാര്യയോട്, ഇതാ, വീട്ടിൽ എൻ്റെ കൈവശമുള്ള യാതൊന്നും എൻ്റെ യജമാനൻ അറിയുന്നില്ല. തനിക്കുള്ളതൊക്കെയും എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല. നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റു യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ചു ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. അവൾ ദിനം പ്രതിയും യോസേഫിനോട് പറഞ്ഞിട്ടും അവളോട് കൂടെ ശയിപ്പാനോ അവളുടെ അരികെ ഇരിപ്പാനോ അവൻ അവളെ അനുസരിച്ചില്ല. ഒരു ദിവസം അവൻ തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വീട്ടിനകത്ത് ചെന്നു. വീട്ടിലുള്ളവർ ആരും അവിടെയില്ലായിരുന്നു. അവൾ അവൻ്റെ വസ്ത്രം പിടിച്ചു. എന്നോട് കൂടെ ശയിക്ക എന്ന് പറഞ്ഞു. എന്നാൽ അവൻ തൻ്റെ വസ്ത്രം അവളുടെ കയ്യിൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിക്കളഞ്ഞു. അവൻ വസ്ത്രം തൻ്റെ കയ്യിൽ വിട്ടേച്ചു പുറത്തേക്ക് ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അവൾ വീട്ടിലുള്ളവരെ വിളിച്ചു അവരോട്, കണ്ടോ, നമ്മെ ഹാസ്യമാക്കേണ്ടതിന് അവനൊരു എബ്രായനെ കൊണ്ടുവന്നിട്ടിരിക്കുന്നു. അവൻ എന്നോടുകൂടെ ശയിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഞാൻ ഉറക്കെ നിലവിളിച്ചത് കേട്ടപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് ഓടി പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു. യജമാനൻ വീട്ടിൽ വരുവോളം അവൾ ആ വസ്ത്രം തൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്നു. അവനോട് അവൾ അവണ്ണം തന്നെ സംസാരിച്ചു. നീ കൊണ്ടുവന്നിരിക്കുന്ന എബ്രായ ദാസൻ എന്നെ ഹാസ്യമാക്കുവാൻ എൻ്റെ അടുക്കൽ വന്നു. ഞാൻ ഉറക്കെ നിലവിളിച്ചപ്പോൾ അവൻ തൻ്റെ വസ്ത്രം എൻ്റെ അടുക്കൽ വിട്ടേച്ച് പുറത്തേക്ക് ഓടിപ്പോയി എന്ന് പറഞ്ഞു. നിന്റെ ദാസൻ ഇങ്ങനെ എന്നോട് ചെയ്തു എന്ന് തൻ്റെ ഭാര്യ പറഞ്ഞ വാക്ക് യജമാനൻ കേട്ടപ്പോൾ അവന് കോപം ജ്വലിച്ചു. യോസേഫിൻ്റെ യജമാനൻ അവനെ പിടിച്ചു രാജാവിൻ്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്ക വണ്ണം അവന് കൃപ നൽകി. കാരാഗ്രഹത്തിലെ സകല ബദ്ധന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരുടെ പ്രവൃത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്നു. യഹോവ അവനോട് കൂടെ ഇരുന്നു അവൻ ചെയ്തതൊക്കെയും സഫലമാക്കുകൊണ്ട് അവന്റെ കൈക്കീഴുള്ള യാതൊന്നും കാരാഗ്രഹ പ്രമാണി നോക്കിയില്ല. ഉൽപ്പത്തി പുസ്തകം 40 അധ്യായം. അനന്തരം മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും മിസ്രയീം രാജാവായ തങ്ങളുടെ യജമാനനോട് കുറ്റം ചെയ്തു. ഫറവോൻ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും അപ്പക്കാരുടെ പ്രമാണിയുമായ തൻ്റെ 2 ഉദ്യോഗസ്ഥരോട് കോപിച്ചു. അവരെ അകമ്പടി നായകന്റെ വീട്ടിൽ യോസേഫ് ബദ്ധനായി കിടന്ന കാരാഗ്രഹത്തിൽ ആക്കി. അകമ്പടി നായകൻ അവരെ യോസേഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവർ കുറെ കാലം തടവിൽ കിടന്നു. മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും ഇങ്ങനെ കാരാഗ്രഹത്തിൽ ബദ്ധന്മാരായിരുന്ന 2 പേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഓരോ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്നു നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവൻ യജമാനന്റെ വീട്ടിൽ തന്നോടുകൂടെ തടവിൽ കിടക്കുന്നവരുമായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടിരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അവർ അവനോട്, ഞങ്ങൾ സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. യോസേഫ് അവരോട്, സ്വപ്ന വ്യാഖ്യാനം ദൈവത്തിനുള്ളതല്ലയോ?
അതെന്നോട് പറവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ തൻ്റെ സ്വപ്നം അറിയിച്ചു പറഞ്ഞത്, എൻ്റെ സ്വപ്നത്തിൽ ഇതാ എൻ്റെ മുമ്പിൽ ഒരു മുന്തിരിവള്ളി, മുന്തിരിവള്ളിയിൽ 3 കൊമ്പ്, അത് തളിർത്തു പൂത്തു, കുലകളിൽ മുന്തിരിങ്ങ പഴുത്തു. ഫറവോന്റെ പാനപാത്രം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ മുന്തിരിപ്പഴം പറിച്ചു ഫറവോന്റെ പാനപാത്രത്തിൽ പിഴിഞ്ഞു, പാനപാത്രം ഫറവോന്റെ കയ്യിൽ കൊടുത്തു. യോസേഫ് അവനോട് പറഞ്ഞത്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊമ്പ് 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്നെ കടാക്ഷിച്ചു വീണ്ടും നിന്റെ സ്ഥാനത്ത് ആക്കും. നീ പാനപാത്രവാഹകനായി മുമ്പിലത്തെ പതിവ് പോലെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കും. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എൻ്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ എബ്രായരുടെ ദേശത്തു നിന്ന് കട്ടുകൊണ്ട് പോന്നതാകുന്നു. ഈ കുണ്ടറയിൽ എന്നെ ഇടേണ്ടതിന് ഞാൻ ഇവിടെയും യാതൊന്നും ചെയ്തിട്ടില്ല. അർത്ഥം നല്ലതെന്ന് അപ്പക്കാരുടെ പ്രമാണി കണ്ടിട്ട് യോസേഫിനോട്, ഞാനും സ്വപ്നത്തിൽ എൻ്റെ തലയിൽ വെളുത്ത അപ്പമുള്ള 3 കൊട്ട കണ്ടു. മേലത്തെ കൊട്ടയിൽ ഫറവോന്റെ വക അപ്പത്തരങ്ങൾ ഒക്കെയും ഉണ്ടായിരുന്നു. പക്ഷികൾ എൻ്റെ തലയിലെ കൊട്ടയിൽ നിന്ന് അവയെ തിന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. അതിന് യോസേഫ്, അതിൻ്റെ അർത്ഥം ഇതാകുന്നു, 3 കൊട്ട 3 ദിവസം, 3 ദിവസത്തിനകം ഫറവോൻ നിന്റെ തല വെട്ടി നിന്നെ ഒരു മരത്തിന്മേൽ തൂക്കും, പക്ഷികൾ നിന്റെ മാംസം തിന്നുകളയും എന്നുത്തരം പറഞ്ഞു. 3-ാം നാളിൽ ഫറവോന്റെ തിരുനാളിൽ അവൻ തൻ്റെ സകല ദാസന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. തൻ്റെ ദാസന്മാരുടെ മധ്യേ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെയും അപ്പക്കാരുടെ പ്രമാണിയെയും ഓർത്തു. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയെ ഫറവോന്റെ കയ്യിൽ പാനപാത്രം കൊടുക്കേണ്ടതിന് വീണ്ടും അവന്റെ സ്ഥാനത്ത് ആക്കി. അപ്പക്കാരുടെ പ്രമാണിയെയോ അവൻ തൂക്കിച്ചു. യോസേഫ് അർത്ഥം പറഞ്ഞതുപോലെ തന്നെ. എങ്കിലും പാനപാത്രവാഹകന്മാരുടെ പ്രമാണി യോസേഫിനെ ഓർക്കാതെ അവന് മറന്നുകളഞ്ഞു. സങ്കീർത്തനങ്ങൾ 25. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ, എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തിനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്കൽ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ടേയുള്ളവയല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തൻ്റെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദയയും സത്യവും ആകുന്നു. യഹോവേ, എൻ്റെ അകൃത്യം വലിയത്, നിന്റെ നാമനിമിത്തം അത് ക്ഷമിക്കണമേ. യഹോവ ഭക്തനായ പുരുഷൻ ആർ? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും. യഹോവയുടെ സഖിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു. എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയെങ്കിലേക്കാകുന്നു. അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഏകാകിയും അരിഷ്ടനും ആകുന്നു. എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. എൻ്റെ ശത്രുക്കളെ നോക്കണമേ. അവർ പെരുകിയിരിക്കുന്നു. അവർ കഠിന ദ്വേഷത്തോടെ എന്നെ ദ്വേഷിക്കുന്നു. എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. നിന്നെ ശരണമാക്കിയിരിക്കയാൽ ഞാൻ ലജ്ജിച്ചു പോകരുതേ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്കൽ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. ദൈവമേ, ഇസ്രയേലിനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിക്കണമേ.
മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം. സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടയവനോട് സദൃശം. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് 1 വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ, ന്യായമായത് തരാം എന്നവരോട് പറഞ്ഞു. അവർ പോയി. അവൻ 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്നു. അങ്ങനെ തന്നെ ചെയ്തു. 11-ാം മണി നേരത്തും ചെന്നു. മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ടത്രേ എന്നവർ പറഞ്ഞപ്പോൾ, നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ എന്നവരോട് പറഞ്ഞു. സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചു, പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്ക എന്ന് പറഞ്ഞു. അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്നു 1 വെള്ളിക്കാശ് വാങ്ങി. മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടും എന്ന് നിരൂപിച്ചു. അവർക്കും 1 വെള്ളിക്കാശ് കിട്ടി. അത് വാങ്ങിയിട്ട് അവർ വീട്ടുടയവന്റെ നേരെ പിറുപിറുത്തു. ഈ പിമ്പന്മാർ 1 മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു. അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത്, സ്നേഹിത, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. നീ എന്നോട് 1 പണം പറഞ്ഞൊത്തില്ലയോ? നിന്റേതു വാങ്ങി പൊയ്ക്കൊള്ളുക. നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുപ്പാൻ എനിക്ക് മനസ്സ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ? ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണു കടിക്കുന്നുവോ? ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിൻപന്മാരുമാകും. യേശു യെരുശലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത്, നാം യെരുശലേമിലേക്ക് പോകുന്നുവല്ലോ. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിപ്പാനും തല്ലുവാനും ക്രൂശിപ്പാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും. അന്ന് സെബെദിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്ക വന്നു നമസ്കരിച്ചു അവനോടൊരപേക്ഷ കഴിച്ചു. നിനക്കെന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ 2 നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നത് എൻ്റേതല്ല. എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേർ അത് കേട്ടിട്ട് ആ 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകേണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസൻ ആകേണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. അവർ യെരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന 2 കുരുടന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു. കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. മിണ്ടാതിരിപ്പാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ, കർത്താവേ, ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു. യേശു നിന്നു അവരെ വിളിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് കണ്ണ് തുറന്നു കിട്ടണം എന്നവർ പറഞ്ഞു. യേശു മനസ്സറിഞ്ഞു അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ചു. അവനെ അനുഗമിച്ചു.